ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും കാണുന്നില്ലെന്ന് എനിക്കറിയാം, എനിക്കൊന്നും കാണുന്നില്ല. രാവിലെ ഞാൻ ലൈറ്റൊന്നും ഇടാൻ നിന്നിട്ടില്ല. 6 മണിക്ക് അലാറം വെച്ച് ഇപ്പം ഞാൻ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടി. അപ്പോൾ 6:01 നമുക്ക് എണീക്കാം. അപ്പോൾ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി പുതപ്പൊക്കെ മടക്കി വെച്ച് നമുക്ക് പല്ല് തേക്കണം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജെൽ ടൈപ്പാണ്. ആൻഡ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ക്ലോസപ്പിൻ്റെ. പിന്നെ ഈ ഒരു ഫേസ് വാഷ് കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഫേസ് വാഷ് ചെയ്താൽ എനിക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാണുന്നത് എൻ്റെ നൂറ ബേബി സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ്. എന്താവോ. അപ്പോൾ രാവിലെ നമുക്ക് സുബഹൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ഫോണ് ചാർജിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഖുറാനൊക്കെ ഓതാൻ, വെള്ളിയാഴ്ചയൊക്കെ അല്ലേ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി ഡേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ വീട്ടിൽ വെള്ളപ്പൊക്കം വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ മേലെ കയറ്റി വെക്കും. അപ്പോൾ അങ്ങനെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് ഫോണിൻ്റെ സ്റ്റാൻഡ്. ഞാൻ ഈ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചതല്ലോ, അപ്പം അതിവിടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്ന് തപ്പട്ടെ. ഇത് ഫുള്ളും എൻ്റെ മാത്രം സാധനങ്ങളാണ്. കളറും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കിട്ടി ഗൈസ്. ഇതാണ്, ട്രൈപോഡൊന്നുമല്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് എടുത്ത് വരുമ്പോഴൊക്കെ അതിൻ്റെ അതിഥി അവിടെ ഇരിക്കുന്നു. ഞാനെന്തായാലും ഇതാണ് ബാബുട്ടൻ. ഞാൻ കോഴിക്കോട് ലുലുന്ന് മേടിച്ചാണ്. അപ്പോൾ അതിന് ഫുഡ് എടുക്കുന്ന സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര അനുസരണയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മീൻ മുകളിലേക്ക് വന്നത് കണ്ടോ. ഫുഡിൻ്റെ സമയമാണ്. സോ മറ്റേ മീനിൻ്റെ ഇതില്ലേ, അത് 3 എണ്ണം മാത്രമാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാബുട്ടൻ്റെ ഫീഡിങ് ടൈം കഴിഞ്ഞു. മുകളിൽ കാണുന്ന ഒച്ചപ്പാട് ഉമ്മ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുകയാണ്. ജസ്റ്റ് പ്രിക്കോഷൻ. ഇപ്പോൾ വെള്ളപ്പൊക്കം വരാനൊന്നും ആയിട്ടില്ല. ഉമ്മ വെറുതെ ഇരുന്നപ്പോൾ സാധനം കൊണ്ടുപോയി വെക്കുന്നു. നൂറ് മേലെ നോക്കി നിൽക്കുന്നുണ്ട്. അത് ഇനി നമുക്ക് നൂറിൻ്റെ ടോയ്ലറ്റ് ക്ലീനിങ് ഐ വിൽ ഷോ ദാറ്റ്. സി, ഇതാണ് ബാബുട്ടൻ്റെ ഫീഡിങ് ബോട്ടിൽ. നൂറ ഈസ് ഹിയർ. ഒരു മൂത്രമുണ്ട്, അത് ക്ലീൻ ചെയ്യാൻ കാത്തിക്കണം. നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ അല്ല, കോഫി. ഇതൊക്കെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിന് പുറമെ ഡെയിലി റൊട്ടീനാണ്. ഒരു 1-2 മാസമായിട്ടുണ്ട്. പിന്നെ ഇന്ന് വ്ലോഗ് എടുക്കാൻ തോന്നിയെന്ന് വീട്ടിൽ മാത്രം ഇരിക്കല്ല, നല്ല മഴയാണ് പുറത്തെങ്കിലും എനിക്കിന്ന് പുറത്ത് പോകേണ്ട കുറേ ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വെറൈറ്റി ആണല്ലോ, വീട് മാത്രമല്ലല്ലോ കാണിക്കാനുള്ളതാണ് വ്ലോഗ്. അപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതവിടെ അടുക്കളയിൽ തന്നെ വെച്ചാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയ കോഫി എനിക്ക് അപ്പോഴേ കുടിക്കാൻ പറ്റില്ല. അത് തിളച്ച പാല് അപ്പം തന്നെ അതിലേക്ക് ഒഴിക്കുന്നതുകൊണ്ട് ഒരു 15, പിന്നെ എനിക്ക് നല്ല ചൂടിൽ കുടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് കുടിക്കാൻ പോവുള്ളൂ. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. നല്ല രസമല്ലേ ക്ലൈമറ്റ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്തേക്ക് പോകാനുണ്ട്. കോട്ട് എന്തായാലും ഇടേണ്ടി വരും. എപ്പോഴൊക്കെയാണ് കോട്ടിടേണ്ടി വരിക എന്നാണ് സംശയം. അല്ലെങ്കിൽ പിന്നെ പോകുമ്പോൾ തന്നെ കൂട്ടിട്ട് പോകാം. അപ്പം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല മഴയുണ്ട് പുറത്ത്. കുറച്ചൊന്ന് മഴ റെഡി ആയാലും പോകാം. ആൻഡ് ആ ഷാള് തന്നെയാണ് ശരിക്കും ഈ ഡ്രസ്സിൻ്റെ ഷാളാണിത്. നല്ല മഴയാണ് ഗൈസ്.
ഈ ഒലിച്ചിറങ്ങുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാവുമായിരിക്കും. നല്ല മഴയുണ്ട്. ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. കാറിൻ്റെ ലൈസൻസ് കിട്ടിയില്ലല്ലോ. കുറച്ചൊന്ന് മാറിയിട്ട് പോകുന്നതാവും നന്നാവുക. സ്കൂട്ടറിൽ പോകുമ്പോഴേക്ക് നമ്മൾ മഴത്തിരിക്കുന്ന പോലല്ലേ കോട്ടിട്ടാലും. അങ്ങനെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറി. ആദ്യം ആ കുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. ഇതാണ് അവസ്ഥ. പുറത്തുള്ള അത്രയും മഴയാണ്. ഈ കാണുന്നതാണ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂള്, നാഷണൽ ഡ്രൈവിംഗ് സ്കൂൾ. അപ്പം ഞാനാണ് നെക്സ്റ്റ്. ഇത് എൻ്റെ വണ്ടിനാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതും മഴത്താണ് നിൽക്കുന്നത്. എനിവേസ് ഇനി നമുക്ക് ഒരു 5 കിലോമീറ്റർ ഉണ്ടാകും. അതാണ് എൻ്റെ സാറ്. പിന്നെ ഈ കുട്ടിയുടെ ഡ്രൈവിംഗ് കഴിഞ്ഞിട്ടാണ് എനിക്കിനി വണ്ടി ഓടിക്കേണ്ടത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നാകെ നനഞ്ഞ് എൻ്റെ മുടിയൊക്കെ ഒരു നനഞ്ഞ് പരുവത്തിലായിട്ടുണ്ട്. ആ ഒരു ജർക്കിങ് അത് കുട്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ്. ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങാണ്ടായിരുന്നു. അതൊരു ഷോപ്പിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ചിക്കനൊക്കെ 220 rupees ആണ്. മഴയാണ് ഗൈസ്. ഞാനിപ്പം നമുക്കിന്ന് നെയ്ച്ചോറാണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഞാൻ ഉള്ളിൽ കയറിയില്ല, ഞാൻ പുറത്തുനിന്ന്. ഞാനിപ്പോൾ കോട്ട് ഊരണം. അല്ലാതെ കയറി കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റ് ഫുള്ള് വെള്ളത്തിലാവും. ഞാൻ പുറത്ത് നിൽക്കണം. ഭയങ്കര മഴ. ഇതാണ് നമ്മുടെ പുഴ. അതെവിടെ എത്താനായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലല്ലേ. ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഈ പുഴ ഇവിടുത്തെ എല്ലാ വീട്ടിലേക്കും വരും. പിന്നെ ഞാൻ വരുന്ന വഴിയിൽ നമ്മളുടെ പഞ്ചായത്ത് മെമ്പറെ കണ്ടു. മെമ്പറപ്പം കുറച്ച് നേരം സംസാരിച്ച് മോളിപ്പം എന്താ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു കൃഷിഭവൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയില്ല. അപ്പം അതിൻ്റെ വരെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഓരോന്ന്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കോഴിക്കോട് പോയി ബാബുട്ടനെ വാങ്ങാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഫോൺ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പുഴ കാണിച്ചു തരാണ്. ഇവിടെ അധികം ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, കാരണം ഫുൾ മരം കൊണ്ട് മൂടിയിരിക്കുക. എൻ്റെ കോലം ഇങ്ങനെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒന്നും വാടിത്തേക്കാത്തത്. ഇത്രയും വെള്ളത്തിൽ നടക്കുന്ന ഞാൻ എങ്ങനെയാണ് അത്രയും പൈസക്ക് വാങ്ങിയ ഓരോ പ്രോഡക്റ്റുകളിൻ്റെ മുഖത്തിടുക? എനിക്കിങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ ഇടാൻ. നമുക്ക് പോവാം. നമുക്ക് രാവിലെ കഴിക്കാനും കപ്പ ബിരിയാണി എന്ന് പറയും. കപ്പ ആൻഡ് ബീഫ്. ഇത് ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കിയതാണ്. പക്ഷേ സാധനം തീരാത്തത് കൊണ്ട് നമ്മൾ ഇന്നും ചൂടാക്കി തിന്നുന്നു. കളയാൻ പറ്റൂലല്ലോ. അതെ. അപ്പം ഞാനിത് കഴിച്ചിട്ട് ബാക്കി കാര്യം 9:30 ആയിപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം. അപ്പോൾ പത്രം വന്നിട്ടുണ്ട്. പത്രം വായിക്കാം. മലയാള മനോരമ. ഞാൻ ഒരു ദിവസം മനോരമൻ്റെ ഓഫീസിലൊക്കെ വിളിച്ചിരുന്നു. അതിലൊരു മിസ്റ്റേക്ക് കണ്ടിട്ട് വിളിച്ചതാണ്. അവരപ്പം അത് ഫസ്റ്റ് കോപ്പിയാണ്. പിന്നത്തെ കോപ്പിയിൽ അവരത് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് നല്ലൊരു രസം. ഇപ്പോൾ ഇനി ഉമ്മ അടുക്കളയിൽ ഇന്ന് നെയ്ച്ചോറും കോഴിക്കറിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങോട്ട് പോവുള്ളൂ. ഞാൻ ഒന്ന് കുളിച്ച പോലെ എൻ്റെ മുടിയെല്ലാം ഇന്ന് തന്നെ കുളിച്ചു. തല അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ കുറച്ച് ഷാമ്പു ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ തല നന്നായിട്ട് ഫ്രഷായിട്ട് വരും. പറയുമ്പോൾ കോട്ടും ഹെൽമെറ്റൊക്കെ ഇട്ടതാ. പക്ഷെ ഭയങ്കര മഴയാണ്. 5 ദിവസം. ഇത് നമ്മളെ വീട്ടിൽ വരുന്നൊരു സുന്ദരി എന്ന് പറഞ്ഞൊരു സുന്ദരി. പേര് ഞങ്ങൾ ഇട്ടതാണ്. പാവാണ്. എന്നും വരും. ഇവിടെ അല്ല കിടക്കുന്നത്, പക്ഷെ ഇവിടെ വന്നിട്ട് ഫുഡ് തിന്നൽ. നമ്മളോട് ഇങ്ങോട്ട് എടുത്തു വെച്ചത് താ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. പാവം. ഇവിടെ നമ്മളെ നൂറ ബേബി ഇരിക്കുന്നത്. നൂറ ബേബി, നൂറ. നമുക്ക് അവിടെ പുറത്തുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഒരു റോഡുണ്ട്. ആ റോഡും അതുണ്ടോ, ആ റോഡിലൂടെ പോകുന്ന വണ്ടി ആൾക്കാരെല്ലാം ഇവർക്ക് ഇവിടെ ഇരുന്ന് കാണാം. അല്ലേ നൂറേ? അല്ലേ? നമ്മൾ കറി ഉണ്ടാക്കാൻ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇനി സുർക്ക ആഡ് ചെയ്യും. അതായത് വിനെഗർ ആഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട്
ഇത് ചിക്കൻ പൊരിക്കാനും. എന്തിനു ചിക്കണേ? ചിക്കൻ വേണ്ടി ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? അതവിടെ ഇട്ട് വെക്കാം. പിന്നെ ഇനി ഇത് കറിക്കാണ്. വേറെ പിന്നെന്താ? ഈ ചട്ടിയോ എവിടേക്ക്? അടിക്കോ? ഇവിടെ നിന്നാ മതി. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. വേറൊരാളെ കാണിച്ചു തരാം. തീറ്റ എല്ലാം കഴിഞ്ഞ് ഇത് അവിടെ വന്നിരിക്കണം. ക്ലിയറില്ലാത്തതിന് കൂടില്ല. ഹായ്, അവിടെ ഇരുന്നോ? ഇന്ന് നമുക്ക് കുറച്ചു നേരം ഫോൺ നോക്കാം. ഞാൻ ഈ ഒഴിവ് ദിവസങ്ങളിൽ രാവിലെ എണീറ്റിട്ട് അപ്പം തന്നെ ഫോൺ ചാർജിലിടണം. എന്നിട്ട് പിന്നെ ഞാൻ ഫോൺ നോക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 9:30 10 o'clock ഒക്കെ ആകും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഫോൺ നോക്കുള്ളൂ. ഇന്നിപ്പോൾ കുറച്ചധികം വൈകി. നമുക്കത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് 10:30 ആയി. അപ്പോൾ തന്നെ എനിക്ക് കുറേ കോളും പിന്നെ മെയിലും ഇന്ന് വന്നിട്ടുണ്ട്. 2 കോള്, കുറച്ച് മെയിൽസൊക്കെ വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പൊതുവെ ഈ ആഴ്ചയിൽ ഒരു ദിവസമേ തല കഴുകി കുളിക്കാറുള്ളൂ. സത്യാവസ്ഥയാണത്. മുടി കൊഴിയും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുളിച്ചാൽ മതി എന്നുള്ളത്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമല്ല നമ്മൾ കുളിക്കുന്നുള്ളൂ തല കുളിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് എണ്ണ എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഹോട്ട് ഓയിലാണ് തലയിൽ തേക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണ് നല്ലത് എന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും അത് ചെയ്യുന്നു. നല്ലതാണ് ഹെയർ ഫോളിന് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ഗുണം വരുത്തുക എന്നുള്ളത്, ലൈക്ക് അതെങ്ങനെയാണ് ഹെയർ ഫോൾ തടയുക, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞ് അവിടെ കാണുന്ന ഡ്രസ്സ് കുറേ എണ്ണം ഉണങ്ങിയിട്ടില്ല, കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, അതെടുത്ത് വെക്കണം. പിന്നെ നിസ്കരിക്കാനുണ്ട്. പിന്നെ ഇനിയാണ് എൻ്റെ സ്കിൻ കെയർ. മോർണിംഗ് സ്കിൻ കെയർ എനിക്കില്ല. എനിക്ക് ആഫ്റ്റർനൂണും നൈറ്റുമാണ് സ്കിൻ. ഇത് ഐ തിങ്ക് സോ കുറച്ച് ആൾക്കെങ്കിലും ഉപകാരപ്പെടും. കെറ്റോകെം ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഫോർ മെൻ ആൻഡ് വുമൺ. ഇത് നമ്മുടെ സ്കാൽപ്പിലെ ഡാൻഡ്രഫിനെ കളയാൻ പറ്റിയ നല്ല അടിപൊളി ഷാമ്പു ആണ്. ഞാൻ ഇന്നലെ ഇപ്പോൾ ഇത് വാങ്ങി ഇന്ന് യൂസ് ചെയ്തു. ആൻഡ് ഡയറക്ഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അവരെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള. അതായത് ഒരു ആഴ്ചയിൽ 2 തവണ ഇത് യൂസ് ചെയ്യണം. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും. ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് അത് തീർന്നപ്പോൾ ഞാൻ വേറെ ഒന്നിപ്പം വാങ്ങി. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എൻ്റെ തലയിൽ ഇപ്പോൾ വീണ്ടും ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. അപ്പം രണ്ടാമത് ഞാനോടും പർച്ചേസ് ചെയ്തു. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചു. 180 rupees ഉള്ളൂ. ഫാർമ പ്രൊഡക്റ്റ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ ഒന്നും. അത് ഏതൊരു കമ്പനി ഞാൻ എവിടെ ഇരിക്കുന്നു. ആൻഡ് ദിസ് ലിപ് ബാം ഡോട്ട് ആൻഡ് കീയുടെ ഒരു കൊക്കോ ന്യൂഡ് എന്ന് പറയുന്നൊരു ലിപ് ബാം. അതും പ്രൊമോഷനൊന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങി. ആൻഡ് സിറം ഫോക്സ്ടെയിലിൻ്റെ നൈസിനമൈഡ് ക്ലാരിഫയിങ് സിറം. അപ്പോൾ എനിക്ക് മോർണിംഗിൽ സ്കിൻ കെയർ ഇല്ല. ഞാനിപ്പോൾ മോർണിംഗ് നമ്മളിപ്പോൾ വല്ല കമ്പനിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അന്നേ മോർണിംഗ് സ്കിൻ കെയർ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ മോർണിംഗിൽ സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല. ബിക്കോസ് എന്തിനാണ് കുളിക്കുന്ന സമയത്ത് ആ സ്കിൻ കെയറെല്ലാം കൂടി വിളിച്ചു പോയി പോകാനോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ, ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ മോയ്സ്ചറൈസറായിട്ട്. ബിക്കോസ് വേറെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വിയർക്കും. പിന്നെ ഒരു ക്രീം നമ്മളുടെ മുഖത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ തീരാറായി, വാങ്ങണം. പക്ഷേ തീർന്നിട്ടില്ലല്ലോ. തീരാതെ നമ്മൾ സാധനം ആദ്യം വാങ്ങി വെക്കേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഒരാളും കൂടി ഉണ്ട്
സൺസ്ക്രീൻ വെറുതെ ഇരിക്കുന്ന ആളെന്തിനാണ് പുറത്ത് പോകാതെ സൺസ്ക്രീൻ ഇടുന്നത് ചോദിച്ചാൽ ഞാൻ പറയും സൺസ്ക്രീൻ ഇടുന്നത് നമ്മൾ മൊബൈൽ സ്ക്രീനൊക്കെ കാണുന്നതുകൊണ്ട് അതിലുള്ള യു വി റേസ് നമ്മുടെ മുഖത്ത് വരും. അപ്പം ഇത്രേ ഇടുന്നുള്ളൂ. 2 ഫിംഗറും 3 ഫിംഗറൊക്കെ എനിക്ക് ഇത്രയേ ഉള്ളൂ. അത്ര കുറേ 2 ഫിംഗേഴ്സായിട്ടൊന്നും ഇടേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഓവറായി കഴിഞ്ഞാലും മുഖത്ത് ഭയങ്കര എനിക്ക് മുഖത്തൊന്നും ഇട്ട പോലെ തോന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്ര ഇടാറുള്ളൂ. ആൻഡ് ഇതൊന്നും അല്ല മെയിൻ എൻ്റെ ഇപ്പം തന്നെ ഒരു സ്പ്രേ കുപ്പി താഴെ വീണിരുന്നു. ഹിമാലയ ബേബി പൗഡർ. ഇതെന്താ ഈ ചെറിയ ടാൽക്കം പൗഡർ എന്ന് വിചാരിക്കും. അത് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വാങ്ങിയായിരുന്നു. ട്രാവൽ ഫ്രണ്ട്ലിക്ക് വേണ്ടിയിട്ടാണ് ചെറുത് വാങ്ങിയത്. അപ്പം അതിപ്പോൾ തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വേറെ ഒന്ന് വാങ്ങേണ്ടി വരും. അപ്പം അത്രയുള്ള എൻ്റെ സ്കിൻ കെയർ. വേറെ കെയറായിട്ട് ഇനിയിപ്പോൾ ഹെയറിലുണ്ട് ഒരു സിറം അപ്ലൈ ചെയ്യാനും. ഇതും ഡോക്ടർ പ്രിസ്ക്രൈബ്ഡാണ്. നല്ല റേറ്റും ഉണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഹെയറിന് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. പക്ഷേ ഇതൊന്നും ഇപ്പം എനിക്ക് ഇടാൻ പറ്റില്ല. ഒക്കെ നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. സമയം 1:15 പോയി ഫുഡ് കഴിക്കാം. ചിലപ്പോൾ നമ്മൾ ഇന്ന് 2 മണിക്ക് ന്യൂറ ബേബിനായിട്ടും ഇവർക്ക് പോകും, ഗ്രൂമിങ്ങിന് പോകും. മോസ്റ്റ്ലി ഉണ്ടാകും. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇപ്പം തന്നെ പോയാലേ ശരിയാവുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്തേ ചെയ്യുന്നത്? ഞാനിവിടെ താഴെ ഒക്കെ ഒന്ന് തുടയ്ക്കണം. നമ്മൾ ഈ പൗഡറുമൊക്കെ ഇടുമ്പോൾ അതിന് പൊടി വീഴൂലേ. സോ അതൊക്കെ ഒന്ന് തുടയ്ക്കുന്നു വിത്ത് ക്ലോത്ത്. ബൈ ദ വേ മൈ ഡ്രസ്സും ഇതാണ്. ഫ്രോക്ക് നൈറ്റി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫ്രോക്ക് തന്നെ. അത് വലിയ ആൾക്കാരിടുന്നതുകൊണ്ടായിരിക്കും ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഉച്ചക്ക് നെയ്ച്ചോറും കോഴിക്കറിയും കോഴി പരിശൊക്കെ റെഡിയായി തിന്നു. പക്ഷെ ഇത് പെട്ടെന്ന് തിന്നാൻ പറ്റില്ല. നല്ല ചൂടുണ്ട് ചോറിപ്പം കുറച്ച് നേരം മുന്നേ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തിന്ന് ഓടാൻ പറ്റില്ല. അപ്പം കുറച്ച് ടൈം എടുക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിന്നണം എന്നുള്ളത് കൊണ്ട് ഈ ചൂടുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. നമുക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂറ ബേബിനായിട്ടും പോകാനുണ്ട്. 2 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പോകും. ഇപ്പോൾ സമയം 1:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചോറിന് കഴിഞ്ഞ് സുന്ദരി ബാക്കി എല്ലാം കുറച്ച് ചോറുണ്ടായിരുന്നു, ചോറും കൊടുത്തു. രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു ഉച്ചക്ക് ചോറിന്നിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ കാത്തിക്കണം പാവം. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ പൂച്ചക്കും തിന്നാൻ കൊടുക്കും. വേറൊരാളും കൂടിയും വരുന്നത്. ഇതാണ് അപ്പുറം വീട്ടിൽ നിന്ന് നോക്കിയിട്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കി എടുക്കുന്നു. ബാ, ഇത് ഗർഭിണിയാണ് അവിടെ നിൽക്കണ. ബാ എന്നാ ഇതിനിപ്പം ഇനി തിന്നുമ്പോൾ ഇത് ഓടാവാം. ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതിനിട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ അഥവാ ഇതങ്ങോട്ട് കയറി പിന്നെ സുന്ദരിക്കും തിന്നാനില്ലാതെ ആരും തിന്നാത്തൊരവസ്ഥ വന്നാലോ. അപ്പം 2 ആളിപ്പം തിന്നുന്നു. വളരെ ഹാപ്പി. അതിനിപ്പോൾ ഇവിടെ ഒന്നും പ്രസവിക്കൂല. പ്രസവമൊക്കെ വേറെ ഏതെങ്കിലും വീട്ടിലേക്കാളും. ഇവിടെ വന്ന് തിന്നാൻ എല്ലാവർക്കും നല്ല ഉഷാറാണ്. ഞാൻ എന്നാൽ പോയിട്ട് കൈയൊക്കെ കഴുകി റെഡി ആവട്ടെ. നമുക്ക് ന്യൂറ ബേബിനായിട്ടും പോകാനുള്ളതല്ലേ. ന്യൂറ ബേബി ഫുഡ് കഴിക്കണം. നമ്മൾ യാത്രക്ക് പോവല്ലേ. അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഒളിച്ചിരിക്കും. അപ്പോൾ ഈ തീറ്റ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ബാഗിലാക്കണം. എന്നിട്ട് വേണം നമുക്ക് പോവാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾ അറിഞ്ഞു പോകുന്ന കാര്യം. കുറച്ചൊരു ഓട്ടത്തിന് ശേഷം ആ കിതപ്പാണ് എനിക്ക്. ഓട്ടത്തിന് ശേഷം എനിക്ക് കിട്ടി. അതിനിപ്പോൾ കൂട്ടിലാക്കി. പുറത്തൊക്കെ പോകുന്നത് തീരെ ഇഷ്ടമില്ല. പിന്നെ എൻ്റെ പൂച്ച ആയതുകൊണ്ട് നല്ല അനുസരണയാണ്. നമുക്ക്
ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ പോവാണ്. നിറ ബേബി ബാക്കിലിരിക്കുന്നുണ്ട്. ഞാനാണ് ഇപ്പോൾ കറൻ്റ്ലി വണ്ടി ഓടിക്കാൻ പോകുന്നത്. അറിയില്ല, ചിലപ്പം മാറുമായിരിക്കും. കാരണം മെയിൻ റോഡ് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ മാറുമായിരിക്കും, പറയാൻ പറ്റില്ല. നോക്കട്ടെ. അപ്പം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ എടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ തിരക്കുണ്ടെങ്കിൽ ഞാൻ എടുക്കൂല എന്നൊക്കെ. ഞാനിങ്ങനെ ഈ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതും കോട്ടക്കൽ മെയിൻ റോഡിലേക്കൊക്കെ എടുക്കാൻ ലൈസൻസൊക്കെ കയ്യിൽ കിട്ടട്ടെ എന്നുള്ളൊരിത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നുറ ബേബി ഇരിക്കുന്നുണ്ട്. നമ്മൾ മനെ കാത്തുക്കണം. നുറ എന്തോ ഭാഗ്യത്തിന് ആദ്യമായിട്ട് കുട്ടി എൻ്റെ ഫോണൊക്കെ നോക്കി നിൽക്കണം. നമ്മളങ്ങനെ കടയിലെത്തി. ഗൈസ്, ഇത് നൂറ ബേബീസ് പെറ്റ് ഷോപ്പ്. നൂറ ബേബീൻ്റെ ഇവിടെ നിന്നല്ല വാങ്ങിയിട്ടുള്ളത്. ആ നിൽക്കുന്ന ആളാണ് സെയില്. നമ്മൾ നൂറ ബേബീനെ നോക്കും. നൂറ ബേബിക്ക് കട്ടിങ് നെയിൽസ് ഒക്കെ ചെയ്ത് കൊടുക്കും. നൂറ ഹോൾ കട കാണാം. കാക്കയാണെന്നാണ് തോന്നല്ലേ, കുയില് പോലെയൊക്കെ. പക്ഷെ ഒരു തത്തയാണ് കേട്ടോ. അതുപോലെ അണ്ണന് നല്ല രസമുണ്ട് കാണാൻ. യൂറിൻ്റെ ഗ്രൂമിങ് കഴിഞ്ഞിട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാനാണത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്. ഇവിടുത്തെ മുതലാളിൻ്റെ പൂജയാണോ. അപ്പോൾ ഗൈസ്, നമ്മൾ യൂറിൻ്റെ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞു. ആള് കൂട്ടിൽ ഇവിടെ തലയുടെ ആളുണ്ട്. ആൾ കൂട്ടിലിരിക്കുന്ന ഉമ്മ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മയാണ് ഓടിച്ച് ഞാനിവിടെ ഇരുന്നു. കാരണം അവിടെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉമ്മ നോക്കിയത്. അത് ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഓട്ടാതിരുന്നത്. എനിക്ക് ഈ ഹാഫ് ക്ലച്ചിൽ പിടിച്ച് നിൽക്കുമ്പോൾ വണ്ടി ഓഫാകും എന്നൊക്കെ ഉള്ളൊരു ചെറു ഭയം കാരണം ഉമ്മ ഓട്ടി. അങ്ങനെ നമ്മൾ ഓട്ടിയിട്ടിപ്പം ഒരു വളവുണ്ടായിരുന്നു. ആ വളവിന്ന് തിരിച്ച് മറിച്ചൊടിക്കേണ്ട സമയം ഉമ്മ കുറച്ചൊന്ന് ലാഗ് എടുത്തിയതുകൊണ്ട് ചെറിയ തോതിൽ വണ്ടി ഒന്ന് ചെറിയ തോതിലൊന്ന് ഒഴുകിയിട്ടുണ്ട്. ഒരു സ്ലാബുമ്മല്, വേറെ വണ്ടിമ്മലല്ല. അപ്പോൾ അത് ഉമ്മ കണ്ടു. വലിയ കുഴപ്പമായിട്ടൊന്നും ഇല്ല, പക്ഷെ ചെറിയ തോതിൽ ചാരിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ്, KP സൂപ്പർ മാർക്കറ്റ് അല്ല, ഹൈപ്പർ മാർട്ടുണ്ട്. സോറി, ഇവർക്ക് തന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇവർക്ക് ഇവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നേ ഇല്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ലേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും. അപ്പം പിന്നെ അത് തിന്നുക. അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ തടിച്ചിങ്ങനെ വരുന്ന വെറുതെ ഇരിക്കില്ലേ, തീറ്റ മാത്രം. നമ്മളിപ്പോൾ ഇവിടെ പോയതിൻ്റെ അവിടെ സൈഡാക്കിയിരിക്കണം. ഉമ്മാക്ക് പുഴ കാണാൻ വേണ്ടിയിട്ട്. കേറിക്കോളി. നമ്മള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വലിയ ഉള്ളി വാങ്ങിയിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയല്ലോ. അപ്പോൾ അവിടെ വാങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. എന്നിട്ട് ഇന്ന് ഈവനിങ് അവലിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതുണ്ടാക്കാം. നമ്മൾ ഈ പഴം നന്നായിട്ട് പഞ്ചസാരയിലിട്ട് കുത്തി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുന്നേ ചെയ്തതാണ്. ബനാന റൈസ് ഫ്രം മൈ ഹോം. ഇവിടെ തന്നെ ഉണ്ട് നല്ല പഴം. ഐ തിങ്ക് ഇതിൻ്റെ പേര് കുന്നൻ പഴം, അങ്ങനെ എന്തോന്നാണ്. കുന്നൻ പഴം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ മിൽമ പാലിൽ വന്ന വ്യത്യാസം? സ്റ്റേ സേഫ് ഓൺലൈൻ ഹെൽപ്പ് ലൈനൊക്കെ ഉണ്ട്.
മിൽമയുടെ പ്രൊമോഷനല്ല, കേരള പോലീസിൻ്റെയും പ്രൊമോഷനല്ല, കണ്ടപ്പോൾ കാണിച്ചു തന്നുള്ളൂ. നമ്മൾ ഈ പാത്രം മാറ്റി, കാരണം ഈ കോക്കോയുടെ കാലിൽ തന്നെ കാൽ ഭാഗത്തോളം പഴം ഉണ്ടായിരുന്നു. ഈ കാണുന്ന കപ്പ് എനിക്ക് കമ്പനിയിൽ നിന്ന് സാറ് തന്നതായിരുന്നു. അപ്പോൾ ആ കപ്പിൽ ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തന്നുള്ളൂ. അവൽ മിൽക്ക് ഞാൻ ആ കപ്പിലാണ് കുടിക്കുന്നത്. ഈവനിങ് ഒരു 5-5:15 ഞാനിപ്പോൾ തന്നെ ഗേറ്റ് അടക്കും. ഇപ്പം തന്നെ കുറച്ചൊരു മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇരുട്ടിയിട്ട് ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം നല്ല മഴ ആണെന്നുണ്ടെങ്കിൽ കുട എടുക്കണം. കുട പിന്നെ നനയും. അതൊക്കെ വലിയ പ്രശ്നം. അപ്പം അതിനായിട്ട് വന്നത് നമുക്കിപ്പോഴേ ഗേറ്റ് അടക്കാമല്ലോ. ഷോ റെയിൻ ഈസ് ബിക്കമിങ് റെയിനിങ്. ഇത് ലോക്ക് ചെയ്യാൻ പാടില്ല, കാരണം രാവിലെ നമുക്ക് പത്രക്കുട്ടിയാണ് നമ്മളുടെ ഗേറ്റ് തുറക്കുക. വണ്ടിമ്മ തന്നെ വിരിച്ചിട്ട് ഒരു മാർബിൾ പീസും വെച്ചു. ഇനി കൊടുങ്കാറ്റ് വീശിയാലും ഇത് ഇവിടെ നനങ്ങൂല. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ. ആൻഡ് നമുക്ക് മുറ്റം അടിച്ചു തരാൻ താത്ത വന്നിരുന്നു. അപ്പം അവൽ മിൽക്ക് താത്താക്കും കൊടുത്ത്. സീ മൈ ചെടീസ്. ഈ ചട്ടികൾക്കെല്ലാം പെയിൻറ്റ് കൊടുത്തത് ഞാനാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. അതാണ്, അങ്ങറ്റം വരെ ചെടികളുണ്ട്. മഴ നന്നായിട്ട് കനക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ചെടികൾ. ഇപ്പം ചെടി നനക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടും മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് സപ്പോട്ട മരം. നിങ്ങൾക്കിവിടെ ഒരു സപ്പോട്ട കാണാം. സപ്പോട്ട മീൻസ് ചിക്കു. ആൻഡ് ഐ ഷോ വൺ മോർ തിങ്. ഷോ മഴ. ദിസ് ഇസ് റംബുട്ടാൻ. റംബുട്ടാനും കുറച്ച് കായ്ച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം പച്ചയാണ്. അവിടെയൊക്കെ ഓരോരോ റംബുട്ടാൻ ബഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന അത് കണ്ടോ, ദിസ് വൺ, അത് മഹാഗണി. ഈ കാണുന്ന തെങ്ങിനേക്കാൾ ഉയരത്ത് പോയിട്ടുണ്ട്. ആ മഹാഗണി ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയും. അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ജൂൺ 5-ന് നമുക്ക് പരിസ്ഥിതി ദിനമുണ്ടല്ലോ, അന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അത് എന്നേക്കാൾ 10 ഇരട്ടി പൊക്കത്തിൽ ആയിട്ടുണ്ട്. കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഞാനത് വെട്ടിക്കൊണ്ടുപോകും. വെട്ടിയിട്ട് മരം എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വലുതാവട്ടെ. ഞങ്ങൾക്ക് റംബുട്ടാൻ്റെ ഇവിടെ അടുത്തൊരു ഇത് കണ്ടോ, ദിസ് ഇസ് റംബുട്ടാൻ. ഇത് മഞ്ഞയാണ് നമ്മളുടെ കളറ്. ഇതൊന്നും മൂത്തിട്ടില്ല, പച്ച കളറിൽ നിൽക്കണം. ആൻഡ് അവിടെ കുറേ പുളികളുണ്ട്. ഇപ്പം ഇന്ന് കാണിക്കാൻ പറ്റില്ല, ഇന്നിപ്പം മഴ കൊണ്ട് എനിക്കൊരു ടെസ്റ്റിന് പോകാൻ പറ്റാത്ത അവസ്ഥ ആകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നൂറ ഇവിടെ തന്നെ. ഉച്ചക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും അടുക്കളയിൽ വന്നാൽ ഇവിടെ കയറിയിരിക്കും. നൂറ ബാ, നൂറ ബാ, വരൂല. അപ്പം നമ്മളിപ്പോൾ തന്നെ ഡിന്നർ കഴിക്കുകയാണ്. 7:30 ആവുന്നു. സാധാരണ നമ്മുടെ വീട്ടിൽ 7:30, 7:45 ഒക്കെ ആകുമ്പോൾ തന്നെ ഡിന്നർ കഴിക്കും. നമ്മൾ ഉറങ്ങുന്നതിനൊരു 3 hour മുന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പം അങ്ങനെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണം. യെസ്, നൂറ ബേബി ഈസ് ഹിയർ. നൂറ നൂറ ബേബിയുടെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. നാളെ നമ്മൾ നൂറയെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ കിട്ടുമെന്നറിയില്ല. ഇങ്ങനെ കുളിപ്പിക്കുന്നത് അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരു പാവം പൂച്ചയാണ് മൈ നൂറ ബേബി അല്ലേ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ കാണും. നമുക്ക് കുറച്ച് സീരിയലുകളുണ്ട് കാണാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കരിക്കും, കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ. അതിൽ പിന്നെ ഫോൺ നോക്കി റീൽസൊക്കെ കണ്ടിങ്ങനെ പതിയെ കിടക്കും. അത്രയേ ഉള്ളൂ. അപ്പം അതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി ഞാൻ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല.
സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരു 6 to 10 PM റൊട്ടീൻ തന്നെയാണ്. കറക്റ്റ് 6 മണിക്ക് എണീക്കുമ്പോൾ കറക്റ്റ് ആവലില്ല. രാത്രി പക്ഷേ 10 മണിക്ക് ഞാൻ ഇപ്പോൾ ഉറങ്ങലുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് വേറെ വ്ളോഗുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. ബൈ.